ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ആദ്യമായി പാദനീളെ നീളെ നീളെ ദൂരമേറെയേറെ. ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് പങ്കെടുത്ത് സംസാരിക്കുന്നത് ഗാനരചയിതാവ് നിധീഷ് നടേരി. ഗതി ചിതറുന്നു മതി, പാട്ടുപെട്ടിയിലന്ന് നമ്മൾ കേട്ടു കേട്ടൊരീണം. പാട്ടുപെട്ടിയിലന്ന് നമ്മൾ കേട്ടു കേട്ടൊരീണം. നെഞ്ചിലാളും നോവേറ്റും കീനാപ്പാട്ടായി കേൾപ്പൂ. നെഞ്ചിലാളും നോവേറ്റും കീനാപ്പാട്ടായി കേൾപ്പൂ. എന്നിലെന്നു എൻ മഴപ്പിറ. ആദ്യത്തെ സിനിമാ ഗാനത്തിൻ്റെ റെക്കോർഡിംഗാണ് ആദ്യമായി എന്ന് പറയുമ്പോൾ ഓർമ്മയിലേക്ക് വരുന്നത്. അത് ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചൊരു കാര്യമാണ്. ക്യാപ്റ്റൻ എന്ന സിനിമയിൽ സഹ തിരക്കഥാകൃത്തായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പ്രജേഷ് സെന്നാണ് ക്യാപ്റ്റൻ്റെ സംവിധായകൻ. പ്രജേഷ് സെൻ എൻ്റെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം ഈ എഴുത്തിൻ്റെ വേളയിൽ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പാട്ട് എഴുതാൻ പറ്റൂലേ എന്ന് ചോദിച്ചു. പാട്ട് എഴുത്ത് എനിക്ക് ശീലമുണ്ട്, ചെറിയ പ്രായത്തിൽ തൊട്ട് എഴുതുന്നുണ്ട്. 10ാം ക്ലാസ് തൊട്ടിട്ടൊക്കെ ലളിതഗാനങ്ങൾ എഴുതുന്നുണ്ട്. അത് ട്യൂൺ ചെയ്ത് അന്നത്തെ കാലത്ത് തന്നെ കലോത്സവങ്ങൾ കുട്ടികൾ പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് മ്യൂസിക്കൊക്കെ പാടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് എഴുതി പോകുന്നു എന്നല്ലാതെ അങ്ങനെ സീരിയസ് ആയ ഒരു പാട്ടെഴുത്തിലേക്ക് വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. തിരക്കഥ എഴുത്ത് എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതിനിടയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സജഷൻ വെക്കുന്നത്, ഒരു പാട്ട് എഴുതി കൂടെ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഓക്കെ നോക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം വിശ്വജിത്ത് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ചെയ്ത ഒരു ട്യൂൺ എനിക്ക് ഫോർവേഡ് ചെയ്തൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ആ സിനിമേൻ്റെ സാഹചര്യങ്ങൾ അറിയാം, കാരണം നമ്മൾ ആ എഴുത്തിലുള്ളത് കൊണ്ട് തന്നെ. ഈ പാട്ടിൻ്റെ സാഹചര്യം, ക്യാപ്റ്റൻ എന്ന് പറയുന്ന സിനിമ പറയുന്നത് VP സത്യൻ എന്ന് പറയുന്ന ഫുട്ബോളറുടെ ജീവിതമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഒരു കൽക്കട്ട കാലമുണ്ട്. വളരെ ഡിപ്രഷനും വിരഹദുഃഖവും ഒക്കെ അനുഭവിക്കുന്ന പരിക്കുകൾ, ഫുട്ബോളിൽ ഉണ്ടായ പരിക്കുകളൊക്കെ അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടിയ ഒരു കാലമുണ്ട്. ആ കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ സങ്കടമാണ് ആ പാട്ടിലുള്ളത്, ദുഃഖമാണ് ആ പാട്ടിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെയാണ് ആ പാട്ട് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ട്യൂൺ എനിക്ക് തന്നു. വിശ്വജിത്ത് ഈ ഡമ്മി ലിറിക്സ് പാടിയിടുന്ന ഒരാളാണ്. അതായത് അദ്ദേഹത്തിന് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ പാടിയിടും. അത് കണക്ഷനൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും വേർഡ്സൊക്കെ പാടിയിടുകയായി. അപ്പോൾ അദ്ദേഹം ഈ പാട്ടിങ്ങനെ തുടങ്ങി വെച്ചിരിക്കുന്നത്, ഒത്തുപള്ളിയിലന്ന് നമ്മൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പാടി വെച്ചിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയോ അദ്ദേഹത്തിന് തോന്നുന്ന എന്തൊക്കെയോ പാടി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ താനാനാന എന്നൊക്കെ വരും, ചിലപ്പോൾ എന്തെങ്കിലും വേർഡ്സ് വരും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേട്ട് ക്യാപ്റ്റൻ്റെ ലൊക്കേഷൻ ഹണ്ടിലൊക്കെ ഞാൻ വണ്ടിയിൽ ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ ഓത്തുപള്ളിക്കൊരു പ്രശ്നമുണ്ട്. ഓത്തുപള്ളി VT മുരളിയേട്ടൻ്റെ നമ്മളൊക്കെ മനസ്സിൽ വേരുറച്ചു പോയൊരു പാട്ടാണ്. അപ്പോൾ ഈ ഓത്തുപള്ളി എന്ന വേർഡ് ഇതിൽ കിടക്കുന്നതുകൊണ്ട് എനിക്കിതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പകരൊരു വേർഡ് എനിക്ക് ബ്രേക്ക് ചെയ്ത് മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സംഘർഷമുണ്ട്. നല്ലൊരു വേർഡിലേക്ക് എങ്ങനെ എത്തും എന്നുള്ള ആലോചനയിൽ ഇങ്ങനെ പോയി. അങ്ങനെയാണ് എപ്പോഴോ ഞാൻ ആലോചിക്കുന്നത്. അനിത ചേച്ചി, അതായത് VP സത്യൻ്റെ ഭാര്യ അനിത ചേച്ചി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, VP സത്യൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഫുട്ബോളർക്ക് പാട്ടിനോടും ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും അവർ റേഡിയോയിൽ പാട്ട് കേട്ടിരുന്നു, ഒരുമിച്ചിരുന്ന് പാട്ട് കേൾക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അപ്പോഴാണ് അതിൽ ആലോചന തുടങ്ങുന്നതും. ആ ഓപ്പണിങ്, പാട്ടുപെട്ടിയിലന്ന് നമ്മൾ കേട്ടു കേട്ടൊരീണം എന്ന് ഓപ്പൺ ചെയ്യാം ആ പാട്ട് എന്ന് എഴുതി വെക്കുന്നത്. അപ്പോൾ എനിക്കപ്പോൾ ഒരു പ്രതീക്ഷയില്ല. ഈ പാട്ടുപെട്ടി എന്നൊക്കെ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളതൊരു പ്രശ്നം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ വരി അയച്ചു കൊടുത്തപ്പോൾ പ്രജേഷൻ ഓക്കെ അടിച്ചു. വിശ്വജിത്ത് എനിക്ക് മെസ്സേജ് ചെയ്തു, പാട്ടുപെട്ടി എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്നൊരു പാട്ട് മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല, ആ വേർഡ് അങ്ങനെ പാട്ടിൽ ഉപയോഗിച്ചിട്ടില്ല, അങ്ങനെ ഒരു പുതുമയുണ്ട് ആ പാട്ടിലെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ബാക്കി എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് ആ പാട്ട് പൂർത്തിയാക്കുന്നത്. പാട്ട് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഇത് ആര് പാടും എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളാണ്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ പോയില്ല. ആര് പാടിയാലും എന്നെ സംബന്ധിച്ച് ഇതൊരു സിനിമാ ഗാനമായി കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സിനിമാ ഗാനം എന്നുള്ള സന്തോഷമുണ്ട്. അത് ആര് പാടിയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഞാൻ നിൽക്കുന്നു. അങ്ങനെയാണ്
ഒരു ദിവസം പ്രജേശൻ അനൗൺസ് ചെയ്യുന്നത് ഈ പാട്ട് പാടാൻ പോകുന്നത് മലയാളത്തിൻ്റെ ഭാവഗായകൻ പി ജയേന്ദ്ര മാഷാണെന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എൻ്റെ ആദ്യത്തെ സിനിമാ ഗാനമായി വരാൻ പോകുന്നത് പാടുന്നത് മലയാളത്തിൻ്റെ ഭാവഗായകനാണ്. ഞാൻ ചെറുപ്പകാലം തൊട്ട് യേശുദാസ്, പി ജയചന്ദ്രൻ, സുശീല, ചിത്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പേരുകളിൽ നമ്മളെ ജീവിതത്തിൽ ഉടനീളം നമ്മളെ ഓർമ്മകളാലും വികാരങ്ങളാലും ഒക്കെ തൊട്ടുണർത്തുന്ന ശബ്ദങ്ങളിൽ ഒരാൾ അദ്ദേഹമാണ് എൻ്റെ ഒരു പാട്ട് പാടാൻ പോകുന്നത് എന്നുള്ള വലിയൊരു ആകാംക്ഷ, സന്തോഷം, അടക്കാനാവാത്ത സന്തോഷം, ഇതൊക്കെ കൂടെ ഉള്ളൊരു അനുഭവത്തിലൂടെ അങ്ങനെ കടന്നുപോയി. അങ്ങനെ റെക്കോർഡിംഗ് ദിവസം തൃശ്ശൂരുള്ള ഓം സ്റ്റുഡിയോയിലാണ് റെക്കോർഡിംഗ് നടക്കുന്നത്. ഓം സ്റ്റുഡിയോ എന്ന് പറയുന്നത് അനൂപ് ശങ്കർ എന്ന് പറയുന്ന ഗായകൻ്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോ ആണ്. ഞാനും അൻസാർ എന്ന് പറയുന്ന ഒരു സുഹൃത്തും കൂടെ ആണ് റെക്കോർഡിങ്ങിനായിട്ട് പോകുന്നത്. വിശ്വജിത്ത് അവിടെ എത്തും എന്ന് പറഞ്ഞു. വിശ്വജിത്ത് എത്തി. ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു, ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഭാവഗായകനെ നേരിട്ട് കാണാൻ പോകുന്നു. പാട്ടുകളിലൂടെ മാത്രം അറിഞ്ഞൊരു മനുഷ്യനെ ഇങ്ങനെ എന്ത് സംസാരിക്കും, എന്തായിരിക്കും അദ്ദേഹം നമ്മളോട് പറയുക, എങ്ങനെയായിരിക്കും റെക്കോർഡിങ് നടക്കാൻ പോവുക എന്നൊക്കെ, വരികൾ ഇഷ്ടാവുമോ, ഇനി വരികളിൽ എന്തെങ്കിലും മാറ്റം വേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെയുള്ള ആലോചനകളിൽ തന്നെയാണ് ഞാൻ പെട്ട് കിടക്കുന്നത്. അങ്ങനെ അനൂപ് ശങ്കർ ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങൾക്ക് റിഫ്രഷ് ചെയ്യണമെങ്കിൽ റൂമൊക്കെ തന്നു. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങാൻ തോന്നുന്നില്ല, ഭയങ്കര ടെൻഷൻ കൊണ്ട്. ഒരു ഘട്ടത്തിൽ ഞാൻ ഇറങ്ങി, ചുമ്മാ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇറങ്ങി നോക്കും. നേരെ മുമ്പിൽ സെറ്റിയിലിരിക്കുന്നത് മലയാളത്തിൻ്റെ ഭാവഗായകൻ. അപ്പോൾ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം പോലെ മുന്നിലേക്ക് ഇങ്ങനെ കുതിച്ചു വരുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എനിക്ക് പേടിയാണ് തോന്നുന്നത്. ഈ പാട്ടുകളൊക്കെ പാടിയ മനുഷ്യനാണ് മുന്നിലിരിക്കുന്നത്. ഞാൻ മിണ്ടാതെ അവിടെ തന്നെ നിന്നു. അപ്പോൾ അദ്ദേഹം എന്നെ നോക്കി. എന്താണെന്ന് ചോദിച്ചു. എന്താ താനെന്താ ഇവിടെ, എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനാണ് പാട്ട് എഴുതിയതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഇല്ലാതെ വീണ്ടും വരികളിലേക്ക് എന്നെ നോക്കി. പിന്നെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, വരിയൊക്കെ നന്നായിട്ടുണ്ട്, നോക്കാം എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെ വളരെ സൈലൻസാണ്, ഒന്നും മിണ്ടാതെ ഞാനിങ്ങനെ നിൽക്കുന്നു. അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ വിശ്വജിത്ത് വന്നു. റെക്കോർഡിങ്ങിലേക്ക്, കൺസോളിലേക്ക് അദ്ദേഹം കയറി റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം പാടാൻ തുടങ്ങി. എഴുതി വെച്ച ഓരോ വരിയും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഉള്ള ഒരു ആനന്ദം ഞാനിങ്ങനെ അനുഭവിച്ച് കൺസോളിൻ്റെ അപ്പുറത്തിരിക്കുന്നു. ഞാനും വിശ്വജിത്തും കൂടെ. വിശ്വജിത്ത് എന്നൊരു സംഗീത സംവിധായകൻ ആഗ്രഹിച്ച വഴിയിൽ നിന്ന് ചെറുതായിട്ടൊക്കെ മാഷ് മാറി തുടങ്ങുമ്പോൾ വിശ്വജിത്ത് ഇടപെടാൻ തുടങ്ങി. അത് മാഷ് ഇങ്ങനെയല്ല, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവം മാറിയത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിശ്വ നിങ്ങൾ പാടണം, നിങ്ങൾ പാടിക്കുക, എന്നെ എന്തിനാണ് വിളിച്ചു വരുത്തിയത്, ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോൾ ഞാനാകെ ടെൻഷൻ. എൻ്റെ ആദ്യത്തെ പാട്ട് പാടി ഇടയ്ക്ക് വെച്ചിട്ട് ഗായകനെ ഇറങ്ങിപ്പോകുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ പിന്നാലെ ഓടി. ഞാൻ സാറെ കൈ പിടിച്ചു. സാറേ ഒരു കുഴപ്പമില്ല, വിശ്വജിത്ത് അങ്ങനെ പറഞ്ഞു പോയതാണ്, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും, വിശ്വനും വന്നു. ഒന്നും വിചാരിക്കരുത് സാർ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹം വീണ്ടും കയറി. വിശ്വത്ത് ഞാനിനി ഒന്നും പറയുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ വിശ്വത്ത് ഒന്നും പറയാതിരുന്നു. പാട്ട് റെക്കോർഡിങ് തുടർന്നു. വിശ്വജിത്ത് ഒന്നും ഇടപെടാണ്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, വിശ്വ ഓക്കെ ആണോ, എന്തെങ്കിലും പറയൂ, വിശ്വ ഓക്കെ ആണോ എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ വിശ്വത്ത് മെല്ലെ മെല്ലെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അതൊരു ഭയങ്കര രസകരമായ ഒരു ഇതിലേക്ക് മാറി. ആദ്യത്തെ ക്ഷോഭത്തിൻ്റെയും പിണക്കത്തിൻ്റെയൊക്കെ ഭാവം മാറി ഈ നല്ലൊരു അന്തരീക്ഷം പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ പാട്ട് പൂർത്തിയായി കഴിഞ്ഞപ്പം പുറത്തേക്ക് ഇറങ്ങി വന്നത് അകത്തേക്ക് കയറിപ്പോയ പി ജയേന്ദ്രനല്ല, അത് വേറൊരു നമ്മളോടൊക്കെ അടുത്ത് സൗഹൃദമുള്ള ഒരു മനുഷ്യനായി വളരെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരികയും അതുവരെയുള്ള പിണക്കൊക്കെ മാഞ്ഞു പോവുകയും വളരെ സ്നേഹവും സന്തോഷവും സംഗീതവും നിറഞ്ഞ കുറേ നേരങ്ങൾ കിട്ടുകയും ചെയ്തു. കുറേ നേരം ആ റെക്കോർഡിങ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോളം അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചിരുന്നു. പാട്ടുകൾ പാടി, സുശീലാമ്മയുടെ പാട്ടുകൾ, അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായൊരു ഇഷ്ടത്തിനെക്കുറിച്ച് പറഞ്ഞു. അത് അദ്ദേഹം പാടി തന്നു. പല പാട്ടുകളും അവിടെ ഇരുന്ന് പാടി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തന്നെ പാട്ടുകൾ പാടി, മറ്റുള്ളവരുടെ പാട്ടുകൾ, അങ്ങനെ എല്ലാ പാട്ടുകളും പാടിക്കൊണ്ടും സംഗീതത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടും മനോഹരമായിട്ടുള്ള ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറേ നിമിഷങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു. പിന്നീട് പാട്ടൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാറിൽ ഒറ്റയ്ക്ക് ശരിക്കും ഒരു ചെറുപ്പക്കാരനേക്കാൾ ഊർജ്ജസ്വലനായിട്ട് ചാടി ഇറങ്ങി സ്വന്തം കാറെടുത്ത് പെട്ടെന്ന് പിന്നോട്ട് റിവേഴ്സൊക്കെ എടുത്ത് സിനിമ സ്റ്റൈലിൽ അദ്ദേഹം ആ കോമ്പൗണ്ട് വിട്ട് പോകുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. കാരണം എത്ര മുതിർന്നൊരു ഗായകൻ ചെറുപ്പക്കാരേക്കാൾ വളരെ ഊർജ്ജസ്വലനായി പാട്ട് പാടുന്നു. പാട്ട് കഴിഞ്ഞ് ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങിപ്പോകുന്നു. മനോഹരമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അത് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട്. പിന്നീട് പാട്ടിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത് എത്രയോ പാട്ടുകളുള്ള ഒരു പാട്ട് മാത്രമാണ്. എന്നെ സംബന്ധിച്ച് മാത്രമാണ് അത് എൻ്റെ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത്. വിശ്വജിത്തിനെ സംബന്ധിച്ച് പി ജയേന്ദ്രൻ മാഷ് പാടുന്ന ആദ്യത്തെ പാട്ടായിരിക്കും. ആ രണ്ട് പ്രത്യേകതയ്ക്ക് അപ്പുറത്ത് ഈ പാട്ടിന് എന്ത് പ്രാധാന്യമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും സിനിമ വന്നപ്പോൾ സിനിമയിൽ ആ പാട്ട് അത്ര കൂടുതൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് നേരത്തേക്ക് മാത്രമേ പാട്ടുണ്ടായുള്ളൂ സിനിമയിൽ. അതുകൊണ്ടാണോ എന്താ അറിയില്ല, വലിയൊരു ശ്രദ്ധയിലേക്ക് ആ പാട്ട് എത്തിയില്ല. എങ്കിലും ആ പാട്ടിൻ്റെ യഥാർത്ഥത്തിലുള്ള റിലീസിന് തൊട്ട് മുമ്പ് എപ്പോഴോ
മറ്റ് രീതിയിൽ അത് അപ്ലോഡ് ചെയ്യപ്പെട്ടു. യൂട്യൂബിൽ എവിടെയോ മറ്റ് ഒരു പൈറേറ്റഡ് വേർഷൻ എന്നുള്ള രീതിയിൽ ആ പാട്ട് അപ്ലോഡ് ചെയ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂർ അങ്ങനെയുള്ള ഏതൊരു ആരാധകൻ ഇത് കേൾക്കുകയും അദ്ദേഹത്തിന് ഈ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ജയേന്ദ്ര മാഷോട് മാഷി ഇങ്ങനൊരു പാട്ട് പാടിയിട്ടുണ്ടോ എന്ന് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അപ്പോഴാണ് ആ പാട്ടിനെക്കുറിച്ച് ഓർക്കുന്നത്. വീണ്ടും ആ പാട്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അത് മേക്കിംഗ് വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹം പറയുകയും വീണ്ടും രണ്ടാമത് അദ്ദേഹത്തെ കാണാൻ ഒരു അവസരം ഉണ്ടാവുകയാണ്. എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പാടുന്ന മേക്കിംഗ് വീഡിയോ എടുത്തു. അന്നും അദ്ദേഹത്തിനോടൊപ്പം കുറേ സമയം ചിലവഴിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. അങ്ങനെ ആ പാട്ടിറങ്ങി. എന്നെ സംബന്ധിച്ച് ഇപ്പോഴും വലിയ പ്രാധാന്യമുള്ള നല്ല ഓർമ്മകൾ നിന്നൊരു പാട്ടായിട്ട് നിൽക്കുന്നത്. പാട്ടിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പലരും എന്നോട് പറഞ്ഞു, സാറ് മാഷെന്ന് വിളിക്കും, മാസ്റ്റർ എന്ന് വിളിച്ചിട്ട് സംസാരിക്കും. മാഷെന്ന് വിളിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഏത് സ്കൂളവിടെ തന്നെ ഞാൻ പഠിപ്പിച്ചതെന്ന് അദ്ദേഹം ചോദിക്കും. എങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ വിളിക്കാൻ, ജയേട്ടാന്ന് വിളിക്കാനുള്ള അടുപ്പുണ്ടോ എന്ന് അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ ഒരു ദിവസം ഞാൻ വിളിച്ചപ്പം അദ്ദേഹം എടുത്തില്ല. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കോളിൽ പി ജയചന്ദ്രൻ എന്ന് പറയുന്ന പേരിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പം ഭയങ്കര ആവേശത്തോടെ ആകാംക്ഷയോടെ ഞാനതെടുത്തു. അദ്ദേഹം കുറേ നേരം സംസാരിച്ചു. ആ പാട്ട് ഡൽഹിയിലെങ്ങാനുള്ള മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് പാട്ടുപെട്ടി പാടിയതിനെക്കുറിച്ചും അന്നുണ്ടായ റെസ്പോൺസിനെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ആവേശത്തോടെ സംസാരിച്ചു. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു ആനന്ദകരമായിട്ടുള്ള മുഹൂർത്തമായിരുന്നു. പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പാട്ടുകളെ കൂട്ടത്തിൽ ഈ പാട്ടും എടുത്തു പറഞ്ഞു. ഒപ്പം തന്നെ മറ്റൊരു സന്തോഷം, രവി മേനോൻ അദ്ദേഹത്തിൻ്റെ 101 പാട്ടുകൾ സെലക്ട് ചെയ്തതിലൊരു പാട്ടുപെട്ടിയിൽ അന്ന് നമ്മളായിരുന്നു. ഇത് എത്രയോ പാട്ടുകൾ പാടിയൊരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല പാട്ടുകളുടെ ലിസ്റ്റിൽ തന്നെ വന്നു എന്നുള്ള വലിയൊരു സന്തോഷം ആ പാട്ട് തന്നു. ഇങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ തന്നൊരു പാട്ടായിരുന്നു. ജയേന്ദ്ര മാഷ ഓർമ്മയ്ക്ക് മുമ്പിൽ ഇപ്പോഴും നമിക്കുന്നു. ഏതുവാനിൽ എന്റെ മേഘമേതുവാനിൽ അലയുന്നു മേലെ മഴവിങ്ങും നെഞ്ചോടെ മറിവില്ലേ എന്നിൽ. അദ്ദേഹത്തിൻ്റെ ഭൗതികമായ സാന്നിധ്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് പാട്ടുകളിലൂടെ അദ്ദേഹം എപ്പോഴും മാത്രമല്ല എല്ലാ കാലത്തും തുടരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കിളിവാതിൽ മറനീക്കി കിരണമായി വായോ ഇളവയിൽ. ഈ പരിപാടിയിൽ ഇതുവരെ സംസാരിച്ചത് ക്യാപ്റ്റൻ, വെള്ളം, ജയിലർ തുടങ്ങിയ സിനിമകളിലെ ഗാനരചയിതാവ് നിതീഷ് നടേരി. ഓർമ്മയാലെ നിറയുന്നു മൈതാനമാകെ, ആരവങ്ങൾ നിറയുന്നു നീയേത് കോണിൽ. ആദ്യമായി